السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الله رب محمد صلى عليه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وجنوده وجميع مشائخنا الأزهرية الشالياتية وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, മനസ്സിൻ്റെ രോഗങ്ങളിൽ നിന്ന് അഞ്ചാമത്തെ രോഗമായ ഹുബ്ബുൽ മദ്ഹി, മദ്ഹിനെ ഇഷ്ടപ്പെടുക. നാം ഏതെങ്കിലും ഒരു പ്രവർത്തനം പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളെ ഭാഗത്തിന് നമ്മളെ മഹത്വം പറയണം, മദ്ഹ് പറയണം എന്ന് ഇഷ്ടപ്പെടുക. അതോടുകൂടെ ആഗ്രഹിക്കുക, ഞാൻ ഒരു പ്രവർത്തനം ചെയ്യുന്നത് ജനങ്ങൾ എൻ്റെ മഹത്വം പറയണം, എൻ്റെ മദ്ഹ് പറയണം, എനിക്ക് ഇസ്സത്ത്, എന്നെ ബഹുമാനിക്കണം. ഇങ്ങനെല്ലാം ചിന്തിക്കുന്ന മനസ്സിൽ ഉണ്ടാകുന്ന ഒരു രോഗം ഹുബ്ബുൽ മദ്ഹി എന്ന രോഗം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇമ്രാൻ 188 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ അതൗ വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫ്അലൂ ഫലാ തഹ്സബന്നഹും ബിമഫാസത്തിൻ മിനൽ അദാബ് വലഹും അദാബുൻ അലീം. സൂറത്ത് ആല് ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ അതൗ, നിങ്ങൾ ചെയ്ത വന്നുകൊണ്ട് സന്തോഷിക്കുന്നവരെ നിങ്ങൾ വിചാരിക്കരുത്. വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫ്അലൂ, പ്രവർത്തിക്കപ്പെടാത്ത വന്നുകൊണ്ട് സ്തുതിക്കപ്പെടലിനെ അവർ ഇഷ്ടപ്പെടുന്നു. അങ്ങനത്തെ ആളുകളാകരുത് എന്നതാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ചെയ്യാതെ മദ്ഹ് പറയണം, പ്രവർത്തിക്കാതെ സ്തുതിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ ആകാൻ നാം പാടില്ല എന്നും അവർക്ക് വലിയ ഒരു അദാബുണ്ട് എന്നൊക്കെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. ഈ ആയത്ത് യഹൂദികളുടെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്താണ്. ജനങ്ങളെ വഞ്ചിക്കാൻ, ചതിക്കാൻ വേണ്ടി ജനങ്ങളെ വഞ്ചിച്ചാലും അതുപോലെ അവരെ പേപ്പിച്ചാലും സന്തോഷിക്കുന്നു. അതോടുകൂടെ ഇൽമില്ലാതെ നമ്മളെല്ലാവരും ആലിം എന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന യഹൂദികൾ. മാത്രമല്ല മഹത്തുക്കൾ ഈ ആയത്തിനെ സംബന്ധിച്ച് പറയുന്നു, ഈ ആയത്തിൽ വഈദുണ്ട്, പേടിപ്പിക്കലുണ്ട്. ഉജ്ബ് ചെയ്യുന്നവരോടും അതോടുകൂടെ സ്വന്തത്തെ കുറിച്ച് കളവായ മദ്ഹുകൾ, തെറ്റായ മദ്ഹുകൾ ഇഷ്ടപ്പെടുക, ഇൽമില്ലാതെ എന്നെക്കുറിച്ച് ആലിമെന്ന് പറയണം എന്ന് ആഗ്രഹിക്കുക. അതേ സ്ഥാനത്ത് എൻ്റെ മദ്ഹ് പറയണമെന്ന് പൊതുവെ ഇഷ്ടപ്പെടുക. പ്രത്യേകിച്ചും ഇന്ന് ലറൂറിയാത്തുദ്ദീന്, ലറൂറിയാത്തു അഖായിദ് അഹ്ലുസുന്ന തുടങ്ങിയ വിഷയങ്ങൾ തന്നെ വിവരമില്ലാതിരിക്കെ നമ്മെ സംബന്ധിച്ച് വലിയ ഒരു ആലിമാണ് എന്ന് പറയുക, എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടുന്നത്, ഇതെല്ലാം മനസ്സിൻ്റെ രോഗങ്ങളിൽ നിന്ന് വലിയ രോഗമാണ്. അതുകൊണ്ട് ഹുബ്ബുൽ മദ്ഹി എന്ന രോഗത്തെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ തേടേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്ത്, ആ ഇബാദത്തുകളെ ജനങ്ങളുടെ നാവിലൂടെ ഉണ്ടാകുന്ന മദ്ഹിന്റെ കൂടെ ആകലിനെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ഇബാദത്തുകൾ നിങ്ങൾ രക്ഷപ്പെടുത്തണമെന്നും, കാരണം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അമലുകളെല്ലാം നശിച്ചു പോകുമെന്ന് ഫിർദൗസുൽ അഖ്ബാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 1567 ഹദീസിൽ മഹാനായ ദൈലമിമാം പോലത്തെ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ പറഞ്ഞു, ഹുബ്ബുൽ മദ്ഹി എന്ന് പറയുന്നത് മനുഷ്യനെ കുരുടനും ചെവിടുപൊട്ടനും ആക്കുമെന്നാണ്. മദ്ഹിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എൻ്റെ മദ്ഹ് മറ്റുള്ളവർ പറയണം എന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവുകയില്ല. അവർ കണ്ണു കാണാത്ത, ചെവിടും കേൾക്കാത്ത ആളുകളാക്കി തീർക്കും. എന്തും തോന്നിയത് വിധത്തിലുള്ള ജീവിതം ഉണ്ടാകും എന്നാണ് ബഹുമാനപ്പെട്ട ഫിർദൗസുൽ അഖ്ബാർ എന്ന ഗ്രന്ഥത്തിൽ
2548 ഹദീസിൽ മഹാനായ ഇമാം ദൈലമി പോലത്തെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല സ്വന്തത്തിന്റെ മദ്ഹ് ഇഷ്ടപ്പെടുക, അതേപോലെ നമ്മളെ ഭാഗത്തുണ്ടാകുന്ന തെറ്റുകൾ അയബുകളെ കൊണ്ട് ചൂണ്ടിക്കാണിക്കുക, ഇതെല്ലാം അതിന് ദേഷ്യം വെക്കുക, ഇതെല്ലാം ളലാലത്തിന്റെയും ദോഷികളുടെയും ഉറവിടമായ ആളുകളുടെ സ്വഭാവമായി മാറും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല മോശമായി നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അത് വേദനയാകും. അതേ സ്ഥാനത്ത് നമ്മുടെ മദ്ഹ് പറയുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും. അത് ഇഖ്ലാസിന്റെ ഭാഗമല്ല എന്ന് ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാർ തന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. ദുന്നൂനിൽ മിസ്ർ റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാരോട് ഇഖ്ലാസിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മുല കുടിക്കുന്ന കുട്ടിയെപ്പോലെ മദ്ഹ് പറഞ്ഞാലും ദമ്മ് ചെയ്താലും എല്ലാം ബറാബർ, എല്ലാം സമമാകുന്നത് പോലെ ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തംബീഹുൽ മുഖ്തറീൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല നമ്മുടെ നമുക്ക് ആഗ്രഹമുണ്ടാകുക എന്ന് പറയുന്നത് ജനങ്ങളെടുക്ക നമുക്ക് വലിയൊരു സ്ഥാനമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുക, അതോടുകൂടെ ജനങ്ങൾ ഞങ്ങളെ മഹത്വം പറയണം, മദ്ഹ് പറയണം എന്ന് ആഗ്രഹിക്കുക, അതുപോലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് വീട്ടി തരണം. അങ്ങനെ എല്ലാ കാര്യത്തിലും അവൻ ഇഷ്ടപ്പെട്ട് നമ്മുടെ ബഹുമാനം, നമ്മുടെ മദ്ഹും ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക, അതെല്ലാം വളരെ മോശപ്പെട്ടതാണെന്നും ബഹുമാനപ്പെട്ട മഹത്തുക്കൾ, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം അൽ-ലത്വാഇ നബവിയ്യ ഫിൽ ഫതാവ റദ്വിയ്യ 21-ാം വാല്യം 597 പേജിൽ വിശദമായി പറഞ്ഞത് കാണാം. ഒരാള് കളവായ നിലക്കുള്ള മദ്ഹുകളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ജനങ്ങളൊക്കെ അവന്റെ മഹത്വങ്ങൾ പറയണം എന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ അവന്റെ മഹത്വവുമല്ല, അതെല്ലാം ആ വിധത്തിൽ ഇഷ്ടപ്പെടുന്നത് ഹറാമാണെന്നും മാത്രമല്ല പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇമ്രാൻ ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയാണ്. ലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ അതൗ വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫ്അലൂ ഫലാ തഹ്സബന്നഹും ബിമഫാസത്തിൻ മിനൽ അദാബ് വലഹും അദാബുൻ അലീം. അതായത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് അവർ സന്തോഷിക്കുന്നു, അവർ ചെയ്തതിന്റെ പേരിൽ അവർ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് അവർ സന്തോഷിക്കുന്നു, അങ്ങനെ നിങ്ങൾ അവരെക്കുറിച്ച് വിചാരിക്കരുത്. അവർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു, അവർ പ്രവർത്തിക്കാത്ത ഒന്നുകൊണ്ട് മദ്ഹ് പറയപ്പെടല്ലേ എന്ന്, അവരെ നിങ്ങൾ വിജയികളാണ് എന്ന് മനസ്സിലാക്കരുത്. അവർക്ക് അദാബിനെ തൊട്ടൊന്നും ദൂരത്താവൂല, അവർക്ക് വേദനാജനകമായ അദാബുണ്ടാകും എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുകയും എന്നിട്ട് അലാ ഹസ്രത്ത് ഇമാം മുഹമ്മദ് റളിയല്ലാഹു ഖാൻ റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. എന്നാൽ മദ്ഹ് പറയുന്നത് ഉള്ളത് ആണ്, ഇനി അറിയപ്പെട്ട തഅ്വീൽ അനുസരിച്ചാണെങ്കിലും ഇനി വലിയ വലിയ സ്ഥാനപ്പേര് പറഞ്ഞിട്ടോ മറ്റോ ആണെങ്കിൽ അവിടെ ഉദ്ദേശം എന്താ, ഈ കാലത്തിൽ അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകളിലേക്ക് ചേർത്തിട്ടാണ്. മാത്രമല്ല അത് പറയുന്ന സമയത്ത് ഇഷ്ടപ്പെടാതെ, എന്റെ മദ്ഹാണ് എന്ന് ഇഷ്ടപ്പെടാതെ ഇങ്ങനൊരു മഹത്വം പറയുമ്പോൾ ദീനിയായ മംഫഅത്ത് ജനങ്ങൾക്കുണ്ടാകും. ജനങ്ങളൊക്കെ അത് വേണ്ടതുപോലെ കേട്ട് സ്വീകരിക്കും, അവർക്ക് ആ നസീഹത്ത് ഫലിക്കും എന്നലൊക്കെ ചിന്തിച്ചുകൊണ്ട് എന്റെ മദ്ഹാണെന്ന് ഇഷ്ടപ്പെടാതെ ഇതിനു വേണ്ടിയാണ് പറയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അത് ഹുബ്ബുൽ മദ്ഹ് അല്ല, അത് മുസ്ലിമീങ്ങൾക്കുള്ള ഉപദേശമാണ്, അത് ഈമാന്റെ ഭാഗമാണെന്ന് ഇമാം അഹ്മദ് ഖാൻ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഹുബ്ബുൽ മദ്ഹിനെ എത്രമാത്രം കണ്ടിരുന്നു എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ ഫത്ഹി ബഹാഉദ്ദീൻ അബ്ശിഹി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുസ്തത്രഫ് ഫീ കുല്ലി ഫന്നി മുസ്തലറഫ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതുപോലെ ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് അവ്വാഹുൻ എന്ന പേരുമുണ്ടല്ലോ, ധാരാളം പ്രാർത്ഥിച്ച മഹാൻ. ആ സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് ആരെങ്കിലും പറഞ്ഞാൽ മഹാനവറുകൾ ഉടനെ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ അൻത അഅലമു ബി മിൻ നഫ്സി വഅന അഅലമു ബി നഫ്സി മിൻഹും അല്ലാഹുമ്മ ജഅൽനി ഖൈറൻ മിമ്മാ യഹ്സബൂൻ വലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ ഫഗ്ഫിർ ലി മാ ലാ യഅലമൂൻ. പടച്ചവനെ, എന്നെക്കുറിച്ച് എന്നെക്കാളും കൂടുതൽ നിനക്കറിയാം, അതുപോലെ എന്നെക്കുറിച്ച് ജനങ്ങളെക്കാളും കൂടുതൽ എനിക്കറിയാം. അതുകൊണ്ട് ജനങ്ങൾ എന്റെ മദ്ഹ് പറയുന്നത് അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ അല്ലാഹുമ്മ ജഅൽനി ഖൈറൻ മിമ്മാ യഹ്സബൂൻ. ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതിനേക്കാളും നല്ലവനായി എന്നെ നീ ആക്കണേ പടച്ചോനെ. ജനങ്ങൾ പറയുന്നത് കൊണ്ട് എന്നെ നീ ശിക്ഷിക്കല്ല. വഗ്ഫിർ ലി മാ ലാ യഅലമൂൻ, എന്റെ യഥാർത്ഥം അറിയാത്തതിന്റെ പേരിലാണ് അവരിങ്ങനെ പറയുന്നത്, നീ എനിക്ക് മാഫ് നൽകണേ എന്ന് സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. നാം ചിന്തിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന.
അല്ലാഹുമ്മ ജഅൽനി ഖൈറൻ മിമ്മാ യഹ്സബൂൻ, ജനങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും എന്നെ നീ ഖൈറാക്കണമേ, ജനങ്ങൾ എന്നെക്കുറിച്ച് വിചാരിക്കുന്നതിനേക്കാളും എന്നെ നീ ഖൈറാക്ക് എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതല്ലേ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ സംബന്ധിച്ച് ഒരാൾ പറഞ്ഞു, രാത്രി മുഴുവനും ഉറങ്ങാതെ ഇബാദത്തെടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ മുമ്പ് രാത്രി കുറച്ച് ഉറങ്ങാൻ വേണ്ടി സമയം ചെലവാക്കിയിരുന്നു. പക്ഷെ എന്നെക്കുറിച്ച് എന്നിൽ ഇല്ലാത്ത മദ്ഹ് പറഞ്ഞല്ലോ, യുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു എന്ന നിലക്ക് അയാൾ എന്നെക്കുറിച്ച് വിചാരിക്കുന്നേക്കാളും ഞാൻ ആകണം, നല്ലവനാകണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ശേഷം രാത്രി തീരെ ഉറങ്ങാതെ ഇബാദത്തെടുക്കാൻ തുടങ്ങി ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ അലാ ഹളറത്ത് ഇമാം മുഹമ്മദ് റഹിമഹുല്ലാഹ് ഒരാൾ കത്ത് ഹാഫിദുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കിയ ആള് എന്ന് കത്ത് എഴുതിയപ്പോൾ ഇമാം മുഹമ്മദ് റഹിമഹുല്ലാഹ് അതിന്റെ മുമ്പ് പരിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കിയിട്ടില്ല, ഹാഫിദ് ആയിട്ടില്ല. പക്ഷേ ഇദ്ദേഹം കത്ത് എഴുതിയപ്പോൾ ബഹുമാനപ്പെട്ട അലാ ഹളറത്ത് റഹ്മത്തുള്ളാഹി അലൈഹി യുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു എന്ന നിലക്കും അല്ലാഹുമ്മ ജഅൽനി ഖൈറൻ മിമ്മാ യഹ്സബൂൻ എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഒരു പരിശുദ്ധ റമദാൻ ഷരീഫിൽ ഇതാ പരിശുദ്ധ ഖുർആൻ മുഴുവനും കാണാൻ പഠിക്കുകയും അത് തറാവീഹിൽ കേൾപ്പിക്കുകയും ചെയ്ത ചരിത്രം വളരെ പ്രസിദ്ധമാണ്. ഏതായാലും നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഹുബ്ബുൽ മദ്ഹിനെ തൊട്ട് രക്ഷപ്പെടാൻ എന്തെല്ലാം ത്യാഗങ്ങളാണ് ചെയ്തിരുന്നത്. അതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം നോക്കുക. ബഹുമാനപ്പെട്ട ഇമാം അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹില്യത്തുൽ ഔലിയ മുഹമ്മദ് ബിൻ അസ്ലം റഹ്മത്തുള്ളാഹി അലൈയുടെ ചരിത്രം പറഞ്ഞ സ്ഥലത്ത് 9-ാം വാല്യം 254-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. സയ്യിദുന അബുൽ ഹസൻ മുഹമ്മദ് ബിൻ അസ്ലം തൂസി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാണ്. മഹാനവറുകൾ മദ്ഹിനെ തൊട്ട് ഹുബ്ബുൽ മദ്ഹിനെ തൊട്ട് രക്ഷപ്പെടാൻ, അതുപോലെ അവർ ചെയ്തിരുന്ന നന്മകളൊക്കെ മറച്ചു വെക്കാൻ എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു എന്ന് മഹാനവറുകളെ കുറിച്ച് ഹിലിയത്തുൽ ഔലിയയിൽ കാണാം. മഹാനവറുകൾ പറയുകയാണ്, എനിക്ക് അവസരമുണ്ടാകുകയാണെങ്കിൽ, എനിക്ക് കഴിവ് ഉണ്ടാകുകയാണെങ്കിൽ കിറാമുൻ കാത്തിബൈൻ ആയ, അതായത് റഖീബ് അതീദ് അലൈഹിമുസ്സലാം, നമ്മുടെ നന്മയും തിന്മയും എഴുതുന്ന മലക്കുകളെ തൊട്ട് മറച്ചു വെച്ചിട്ട് ഞാൻ ഇബാദത്തെടുക്കും എനിക്ക് കയ്യാണെങ്കിൽ എന്ന് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ മുഹമ്മദ് ബിൻ അസ്ലം തൂസി റഹ്മത്തുള്ളാഹി പറയാണ്. നാം ചിന്തിക്കേണ്ടതുണ്ട് മുൻഗാമികളുടെ ചിന്ത എത്രമാത്രം ഉണ്ടായിരുന്നു. മലക്കുകളായ റഖീബ് അതീദ് അലൈഹിമുസ്സലാമിനിക്ക് പോലും വെളിവാകാത്ത വിധത്തിൽ ഞാൻ ഇബാദത്തെടുക്കുമായിരുന്നു എനിക്ക് കയ്യാണെങ്കിൽ എന്ന് പറയുമ്പോൾ അവരുടെ ചിന്ത എത്രമാത്രം വിശാലമുണ്ട്, അവരെ ഇഖ്ലാസിന്റെ ഊക്ക് എത്രയുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതോടുകൂടെ ബഹുമാനപ്പെട്ട അബൂ അബ്ദില്ല റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഞാൻ 20 വർഷം ബഹുമാനപ്പെട്ട സയ്യിദുന അബുൽ ഹസൻ മുഹമ്മദ് ബിൻ അസ്ലം അത്തൂസി റഹ്മത്തുള്ളാഹിയുടെ സഹവാസത്തിലുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നു, ജുമാ നിസ്കാരവും അതുപോലെ മറ്റു ഫർള് നിസ്കാരത്തിന്റെ അല്ലാതെ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ 20 വർഷവും കണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂ അബ്ദില്ല തങ്ങൾ പറയുകയാണ്. എത്രമാത്രം ഫർള് നിസ്കാരം ജുമാ അതുപോലെ ജമാഅത്തിന് വേണ്ടി മാത്രം നിസ്കരിക്കുന്നത് കാണും, സുന്നത്ത് നിസ്കരിക്കുന്നത് പോലും ഞാൻ കാണാറില്ല എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറയുന്നു, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ മുഹമ്മദ് ബിൻ അസ്ലം തൂസി റഹ്മത്തുള്ളാഹി അലൈഹി വെള്ളത്തിന്റെ പാത്രം പിടിച്ച് ഒരു പ്രത്യേകമായ റൂമിലേക്ക് പ്രവേശിക്കാറുണ്ട്. എന്നിട്ടൊരു വാതില് ബന്ദ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എന്താണ് ബഹുമാനപ്പെട്ടവർ റൂമിൽ വെച്ച് പ്രവർത്തിക്കുക എന്നത് നമുക്ക് കാണാൻ കഴിയില്ല. എത്രമാത്രം ഒരു ദിവസം ഇതാ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞുടെ ശബ്ദം, കരയുന്നതായ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹി തങ്ങൾ പറയുകയാണ്, കുഞ്ഞിന്റെ കരച്ചിലിങ്ങനെ കേൾക്കുന്നുണ്ട്, കുഞ്ഞിനെ മിണ്ടാതിരിപ്പിക്കുന്നുണ്ട് കുഞ്ഞിയുടെ മാതാവ്. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു, എന്താണ് കുഞ്ഞി കരയുന്നത്, ഇത്രമാത്രം കരയാൻ കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ മുഹമ്മദ് ബിൻ അസ്ലമ തൂസി റഹ്മത്തുള്ളാഹിയുടെ ഭാര്യ പറഞ്ഞത്, ആ കുട്ടിയുടെ പിതാവായ അബുൽ ഹസൻ തൂസി തങ്ങള് റഹ്മത്തുള്ളാഹി അലൈഹി റൂമിൽ പ്രവേശിച്ച് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പൊട്ടി കരയുകയാണ്. ആ കരച്ചിൽ കേട്ടിട്ടാണ് എൻ്റെ കുഞ്ഞ് കരയുന്നത്, നമ്മുടെ മകൻ കരയുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ തൂസി തങ്ങളുടെ ഭാര്യ പറഞ്ഞപ്പോൾ ഷെയ്ഖ് അബൂ അബ്ദുല്ല റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുന്നു, അബുൽ ഹസൻ തൂസി റഹ്മത്തുള്ളാഹിയുടെ ഇഖ്ലാസിന്റെ ഊക്ക്, റബ്ബ് സുബ്ഹാനഹു തആലയുടെ പേടിയുടെ ഖൗഫുല്ലാഹി എത്രമാത്രം ഉണ്ടായിരുന്നു എന്നും മാത്രമല്ല ബഹുമാനപ്പെട്ടവർ പറയുന്നു, അബുൽ ഹസൻ തൂസി റഹ്മത്തുള്ളാഹി അലൈഹി നന്മകൾ
മറച്ചു വെച്ചുകൊണ്ട് അതുപോലെ ഹുബ്ബുൽ മദ്ഹിന്റെ ആ നാശത്തെ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തിരുന്ന ത്യാഗങ്ങൾ എത്രയാണ് നാം ചിന്തിക്കേണ്ടതുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ചില സന്ദർഭങ്ങളിൽ റൂമിൽ പ്രവേശിച്ച് ഇബാദത്തെടുക്കുമ്പോൾ പൊട്ടി കരഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരേണ്ട ആവശ്യം വന്നാൽ ബഹുമാനപ്പെട്ടവർ തന്റെ കണ്ണുകളിൽ സുർമടുമായിരുന്നു. എന്തിന്? മുഖത്തും കണ്ണിലും കറച്ചിന്റെ ശൈലിയൊന്നും കാണാതിരിക്കാൻ വേണ്ടി സുർമ തേച്ചിട്ടാണ് പുറത്തേക്ക് വരാറുണ്ടായിരുന്നത്. കരഞ്ഞതായിട്ട് ജനങ്ങൾക്കറിയാൻ പാടില്ല എന്നതിലേക്ക് അത്രമാത്രം ഹുബ്ബുൽ മദ്ഹി സൂക്ഷിച്ചുകൊണ്ട്, അത്രമാത്രം റിയാഇനെ സൂക്ഷിച്ച് ഇഖ്ലാസിന്റെ അഅ്ലാ മർത്തബയിൽ പ്രവർത്തിച്ച മഹാമനുഷ്യയാണ് ബഹുമാനപ്പെട്ട അഷേഖ് അസയ്യിദ് അബുൽ ഹസൻ മുഹമ്മദ് ബിൻ അസ്ലമ തൂസി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് ഇമാം അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹിലിയത്തുൽ ഔലിയാ മുഹമ്മദ് ബിൻ അസ്ലം 9-ാം വാല്യം 254-ാമത്തെ പേജിൽ പറയുകയാണ്. അതുകൊണ്ട് ഹുബ്ബുൽ മദ്ഹിന്റെ കാരണങ്ങൾ എന്ത്, അതിന്റെ ചികിത്സകൾ മഹാന്മാർ എന്തെല്ലാം പഠിപ്പിച്ചു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഹുബ്ബുൽ മദ്ഹിന്റെ ഒന്നാമത്തെ കാരണം മറ്റുള്ളവരുടെ മഹത്വങ്ങൾ, മറ്റുള്ളവരുടെ നാവിലൂടെ നമ്മുടെ മഹത്വങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അതിന് അർഹനാണ് ചിന്തിക്കുക, ഞാൻ അതിന്റെ അർഹനാണ്, ഞാൻ ആ കമാലിയത്തിൽ ആ ബഹുമതിയിൽ എത്തിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുക. അതാണ് ഹുബ്ബുൽ മദ്ഹ് എന്ന് പറയുന്ന മനസ്സിന്റെ രോഗം വരാൻ വലിയ ഒരു കാരണം. അതിന് നാം എങ്ങനെ ചികിത്സിക്കേണ്ടത്? ഈ മദ്ഹുകളെല്ലാം ഇവർ പറയുന്നത് ഒന്നിരിക്കൽ ദുനിയവിയായ സ്ഥാനത്തിന് വേണ്ടിയായിരിക്കും. ദുനിയവിയായ സ്ഥാനം അത് നശിച്ചു പോകുമല്ലോ, അല്ലെങ്കിൽ ദീനിയായ സ്ഥാനത്തിന് വേണ്ടിയായിരിക്കും. ചിലപ്പോൾ ദുനിയവിയായ നിലക്ക് സമ്പത്തോ അധികാരമോ ബുദ്ധിക്കൂർമ്മതയുടെ കാരണം കൊണ്ടായിരിക്കും മദ്ഹ് അറിയാം. ദീനിയായ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ തഖ്വ കൊണ്ടും മറ്റും കാരണം കൊണ്ടാ മദ്ഹ് പറയാം. എന്നാൽ ദുനിയവിയായ വിശേഷണങ്ങൾ അതെല്ലാം നശിച്ചു പോകുന്നതിൽ പിന്നെന്തിനാണ് അതിന് സന്തോഷിക്കേണ്ട ആവശ്യം, അതിന് ഇഷ്ടപ്പെടേണ്ട ആവശ്യം എന്ത്? അതെല്ലാം നശിച്ചു പോകും, അതൊരു കമാലല്ലോ എന്ന് ചിന്തിക്കണം. ദീനിയായ മഹത്വങ്ങളാണെങ്കിലോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തദ്ബീർ, അവൻ മുദബ്ബിറാണ്. എന്തെല്ലാം അത് തദ്ബീർ കൊണ്ട് പേടിപ്പിക്കാണോ അത് അവസാനം വരെ നമുക്കതിന്റെ അവസ്ഥ ഉണ്ടാവുകയോ, നമ്മുടെ ആഖിബത്തിന്റെ കാര്യം ചിന്തിച്ചുകൊണ്ട്, ഖാത്തിമത്തുൽ ഹുസ്നയുടെ കാര്യം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആ പേടിയോടുകൂടി ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഹുബ്ബുൽ മദ്ഹിന്റെ രോഗം നീങ്ങിപ്പോകും. അതുകൊണ്ട് ആഖിബത്ത് നന്നാകാൻ വേണ്ടി അതോടുകൂടെ പ്രാർത്ഥിക്കുകയും വേണമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ വിഷയം, ഹുബ്ബുൽ മദ്ഹി ഉണ്ടാകാൻ കാരണം ജനങ്ങളെ എന്റെ ഒരു മുഅ്തഖിദാക്കണം എന്ന ഉദ്ദേശം വരുമ്പോൾ, ജനങ്ങളൊക്കെ എന്നെ ഒരു ബഹുമാനമായി കാണണം, ജനങ്ങളുടെ മനസ്സിൽ ഞാൻ ഒരു സ്ഥലം പിടിക്കണം എന്ന മാത്രം ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ ഹുബ്ബുൽ മദ്ഹിന്റെ രോഗം വന്നു പോകും. അതിനെ ചികിത്സിക്കൽ എങ്ങനെ? പലപ്പോഴും മഹാന്മാർ പഠിപ്പിച്ചതുപോലെ ജനങ്ങളുടെ അടുക്കൽ മാത്രം സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം കുറഞ്ഞു പോകും എന്ന കാരണം കൂടി ചിന്തിക്കണം. ഞങ്ങൾ ജനങ്ങളുടെ അടുക്കൽ മാത്രം വലിയതായാൽ അള്ളാഹുവിന്റെ അടുക്കൽ കുറഞ്ഞു പോകൂ, അള്ളാഹുവിനൊക്കെ നമുക്ക് സ്ഥാനം കുറഞ്ഞു പോകുമോ എന്ന ചിന്തയും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഹുബ്ബുൽ മദ്ഹിൽ തൊട്ട് രക്ഷപ്പെടാൻ കഴിയും. അല്ലാത്ത പക്ഷം ദുനിയാവിലും ആഖിറത്തിലും നശിക്കാൻ കാരണമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ അടുക്കൽ മാത്രം സ്ഥാനം ചിന്തിക്കരുത്. അതിന്റെ കാരണം കൊണ്ട് ഹുബ്ബുൽ മദ്ഹി നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്ക് സ്ഥാനമുണ്ടാകണം, നമ്മുടെ ആഖിബത്ത് നന്നാകണം. ഇതെല്ലാം ചിന്തിച്ചു കൊണ്ടായിരിക്കണം. മൂന്നാമത്തെ ചികിത്സ മഹാന്മാർ പറയുന്നത്, ഹുബ്ബുൽ മദ്ഹിന്റെ മൂന്നാമത്തെ സബബ്, നമ്മളെ മഹത്വം കേൾക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങളെക്കാളും മഹത്വമുള്ളവരാണ് എന്ന് നമ്മളെ മനസ്സിൽ ആഗ്രഹിക്കുകയും അതോടുകൂടെ ഞങ്ങൾ പറഞ്ഞതുപോലെ മറ്റുള്ളവരൊക്കെ കേൾക്കണം, നമ്മളോടുള്ള പേടി ഉണ്ടാകണം എന്നൊക്കെ ചിന്തിക്കുക. അതിന്റെ ഒരു ചികിത്സയാണ് അടിമ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഈ ആരിളിയായ വിഷയങ്ങൾ, ഈ ആരിളിയായ ഇതെല്ലാം നശിച്ചു പോകുന്ന മഹത്വങ്ങളാണ്, ഇതെല്ലാം ഇല്ലാതെയായി പോകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ മദ്ഹന്നെ എല്ലാം നശിക്കാൻ കാരണമായി പോകുമോ എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ നിന്ന് ഹുബ്ബുൽ മദ്ഹി എന്ന രോഗം ഇല്ലാതെയായി പോകുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ 3-ാം വാല്യത്തിൽ വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും ഹുബ്ബുൽ മദ്ഹി എന്ന രോഗം, നമ്മൾ മദ്ഹിനെ ഇഷ്ടപ്പെടുക, എന്റെ മഹത്വം പറയാൻ ഞാൻ മറ്റുള്ളവർ എന്റെ മഹത്വം പറയണം എന്ന് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് മനസ്സിന്റെ വലിയ രോഗമാണ്. ആ രോഗത്തെ തൊട്ട് നമ്മൾ എപ്പോഴും കാവൽ തേടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ഉലമാ, ഖുദമാ, ഷെയ്ഖുൽ ദർസും അതുപോലെ
മുസ്തഫീദീങ്ങളും തലാമീദീങ്ങളും സർവ്വ മുഅ്മിനീങ്ങളും മുഅ്മിനാത്ത് ഏവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും ഖൈറും ലുത്ഫും ആഫിയത്തും സലാമത്തും ഇസ്തിഖാമത്തും സആദത്തുദ്ദാറൈൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മനസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സുകളൊക്കെ അല്ലാഹു തആല ശുദ്ധിയാക്കി ഈമാനിന്റെയും ഇൽമിന്റെയും തഖ്വയുടെയും വെളിച്ചം കൊണ്ട് അല്ലാഹു തആല പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.